ദീനുള്ളവരാകണം. നല്ല ദീനുള്ളത്. ഇപ്പൊ നിങ്ങൾ എന്താ ചാക്കണ്ട ഏന് ദീനുള്ളത് ഔട്ടറാക്കിടേ. ഇപ്പൊ എന്താക്കുന്ന ഇതിന് ഉള്ളത് രജിസ്റ്റർ ആക്കിയോണ്ട് പോണ്ട്, തട്ടിയോണ്ട് മുട്ടിയോണ്ട് അല്ലേ. ഇപ്പൊ എന്താ ചാക്കിട്ട് കൊണ്ടില്ല, പണ്ടേ നോക്കണേ ദീനുള്ളത്. അള്ളാഹു ഞങ്ങളെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർക്ക് അള്ളാഹു നീ ഖൈർ നൽകണം. നല്ല ദീനുള്ള പെണ്ണ്, നല്ല ദീനുള്ള പുതിയ അപ്പള. ഇതാണ് നമ്മൾ നമ്മുടെ മക്കൾക്കും എല്ലാം നോക്കേണ്ടത്. അങ്ങനെയാണ് ദീനുണ്ടാകണം. ദീനില്ലാതെ എന്തുണ്ടായിട്ടും കാര്യമില്ല. അങ്ങനെ നല്ല അയ്യുമംറഅത്തിൻ മാതത് വസൗജുഹാ അന്നാറാൽ, ഏതൊരു പെണ്ണും മരിച്ചുപോയി, ആ മരിച്ചുപോയ പെണ്ണിന്റെ ഭർത്താവ് അവളെ തൊട്ട് പൊരുത്തപ്പെട്ടവനാണ്, സമാധാനപ്പെട്ടവനാണ്, സന്തോഷത്തിലാണ്. അവള് സ്വർഗത്തിൽ കടന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവായ ആണിന്റെ പൊരുത്തം പെഞ്ഞായിയായ പെണ്ണിന് എപ്പോഴും വേണം. ഭർത്താവിന്റെ പൊരുത്തില്ലാത്തോളെ ഉംറ അള്ളാഹ്ക്ക് വേണ്ട. ഭർത്താവിന്റെ പൊരുത്തില്ലാത്ത ഓൺലൈനോ ഓഫ്ലൈനോ മജ്ലിസുകൾ അള്ളാഹ്ക്ക് വേണ്ട. ഭർത്താവിന്റെ പൊരുത്തില്ലാത്തവരുടെ സിയാറത്ത് അള്ളാഹ്ക്ക് വേണ്ട. ഭർത്താവ് ജീവനോടെ ബാക്കിയുണ്ട്, തലാക്ക് ചെയ്യാതെ ബാക്കിയുണ്ട്. എന്നാ ഹസ്ബൻഡിനെ പുറത്ത് വേണു, എപ്പവും വേണു. അത് ഉമ്മയുടെ ഒത്തുകു. നിന്റെ ഉമ്മയേക്കാൾ പെങ്ങളെ, നിന്റെ ഉമ്മയേക്കാൾ, നിന്റെ ഉപ്പയേക്കാൾ, നിന്റെ മക്കളേക്കാൾ അള്ളാഹും അവന്റെ റസൂലും കഴിഞ്ഞ പിന്നെ ഏറ്റവും നീ പിർസ വെക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും റെസ്പെക്ട് വെക്കേണ്ടതും നിന്റെ ഹസ്ബൻഡിനോടാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം ഈ പെണ്ണിങ്ങളെ ഔത്തുരങ്ങ ഹസ്ബൻഡിനെ പറഞ്ഞെങ്കിൽ കളിയാക്കിയെങ്കിൽ ചില പെണ്ണിങ്ങൾക്ക് ബേജാറാവില്ല, എല്ലാവർക്കും അല്ല ബേജാറാവില്ല. അതേ സ്ഥാനത്ത് ഈ ഹസ്ബൻഡിന്റെ ഔത്തുരങ്ങ ഈ ഒള്ളെ ഉമ്മരമ അബ്ബരമ എന്തെങ്കിലും ചൊന്നെങ്കിൽ പിന്നെ ഒരു വാറ ബേജാറ് അർസ ഇങ്ങനെ അല്ല. നിന്റെ ഉമ്മയെക്കാട്ടിയും നിന്റെ ഉപ്പയെക്കാട്ടിയും നീ സൂക്ഷിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും നിന്റെ ഭർത്താവിനെയാണ്, ഹസ്ബൻഡിനെയാണ്. അതെത്ര വയസ്സായെങ്കും സമ. ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെയുണ്ട്. ബാല്യത്തിലൊന്നും പ്രശ്നമല്ല. ബാലക്കാരായിട്ടിരിക്കുമ്പോ എന്നും പ്രശ്നമല്ല. വയസ്സാകുമ്പോ പെണ്ണുങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് എവിടെ പോയെങ്കിൽ എന്ത് തെന്നാല് ഉടമേന്ദ്ര അടിഞ്ഞോണ്ടു ഒരു 4 4 മോളിലെ ഒത്തു പോയിട്ട് തെച്ചു വരും. ഉടക്ക് പണ്ട് മോളിലെ ഒത്തു കേട്ടപ്പോ വേണ്ട വേണ്ട ഇവിടെ അങ്ങനെയുള്ളാറ് ഇങ്ങുള്ളാറ് പണ്ട 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 പണ്ട്. ഇപ്പ നോക്കറ് വേറെ തെച്ചു വരും. നോക്കാം ഈമക്കൊരു സ്വതന്ത്രമായിട്ട് ഒന്ന് ജോലിയാക്കാൻ ആരെ ഇയാളെ കടത്തുന്ന ബാസായിട്ടാകുമ്പോ അല്ലേ. എല്ലാരും പ്രിയപ്പെട്ട ഉമ്മാണ്ടെല്ലാം ഉറുതി ആക്കിയിട്ടുണ്ടല്ലേ. അബ്ബക്ക് ബലമേ ഇല്ല. വാ എല്ലാരും ഉമ്മയുടെ മേ വാതാക്ക് അല്ലേ. വാലായങ്ങും സമ, ഡയലോഗ് ആയങ്ങും സമ, സ്റ്റേറ്റസ് ആയങ്ങും സമ, എല്ലാം ഉമ്മരതേ പണ്ട് പറഞ്ഞു. നല്ലതേ അള്ളാഹു താല തൗഫീഖ് നൽകട്ടെ. ഞങ്ങളെ ഉമ്മകൾ അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. മരിച്ചുപോയ ഉമ്മകൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഉമ്മമാർക്ക് ദ്വാരക്കണം എല്ലാം വേണു. സൈഡിലൊരു അബ്ബവും വേണു, വേണ്ടാണ്ടില്ലവാ. നിന്റെ ഉമ്മക്ക് സ്വർഗത്ത് പോണാണ്ടായെങ്കിൽ നിന്റെ അബ്ബടെ പുറത്ത് വേണു അല്ലേ. ഒരു പക്കത്തേക്ക് വിളിച്ചു പോയ ഓർത്ത വാസ്തു നോക്കൊണ്ട് മനുഷ്യന്മാർക്ക് എന്തു നിസ്കരിക്കൊന്നും പുരുഷത്തില്ല. ഒരു മര്യാദകൾ താടി വെക്കുക അത്ര വാസ്തു എന്തില്ല. തലക്ക് ടൊപ്പി വെക്കുന്ന വാസ്തു എന്തില്ല. ഇമാം ജമാഅത്തേക്ക് പോകേണ്ട വാസ്തു ഇല്ല. ഈ വാസ്തു പഠിച്ചിട്ട് കൂടെ ഇതൊരു ഭയങ്കരമായ ഭൂമിശാസ്ത്രം എന്തും ഇല്ല. അധികം എന്താ അപ്പുറം അതെല്ലാം ഉണ്ട്, ഇന്നതുണ്ട്, ഇല്ലാത്തതില്ല, ഏതും ആവട്ടെ. പോയിട്ട് എത്തിയിട്ട് പോകുമ്പോഴത്തേക്ക് വിളിച്ചോന്ന് ഉസ്താദ് മങ്ങിലെടുക്കു ബെഡ്റൂമിടെ ഒരു ഷോട്ട് ഉണ്ട് ഉസ്താദ് എന്തെങ്കിലും അപ്പുറം ഇപ്പറാക്കിയിട്ട് പോയിട്ട് എത്തിയിട്ട് സർബത്ത് കുടിച്ചിട്ടില്ല. അയാൾ കേൾക്കട്ടെ ഉസ്താദ് ഈ ഇത്ര ഉത്തര കണ്ണിമൂല എവിടെ? കണ്ണിമൂല ഇതിരെ കണ്ണിമൂല ഉണ്ടല്ലോ മാസ്റ്റർ ബെഡ്റൂം അതിരെ ഇത് എവിടെ ഉസ്താദ്? ഞാൻ ചൊന്ന നോക്ക അല്ല സബൂർ അല്ല നിങ്ങൾ ಬೇಗ നോക്കൂ. നോക്കി നോക്കുമ്പോൾ ചൊന്ന സീറ്റ് ഇട്ട് 10 എത്ര എക്സ്ട്രാ ഇത് ആയത്തുക ഇല്ല ഉസ്താദ്. അത് നിങ്ങളെ കണ്ണിമൂല ആവുക. ഞാൻ ചൊന്ന ഇല്ല. അപ്പൊ അൽഹംദുലില്ലാ. ഞാൻ കേട്ടെ എന്തേ അല്ല അങ്ങനല്ല ചൊല്ലിട്ട് നിങ്ങൾ പുറത്ത് കിടക്കണം ഉണ്ടാറ് യജമാനത്തി മക്കളല്ല ചൊല്ലിട്ട് പുറത്ത് കിടക്കണം. ഈ സിമെന്റ് സീറ്റിൽ നക്കാവില്ല. ആറ് ഇയാളെ തിന്നിട്ട് മങ്കാക്കി വെച്ചിരുന്ന കണ്ണിമൂല എതിർക്ക് പോണ്ടു. നീ അവിടെ കിടക്കണോ ഈ റൂം മോണ് കൊടുക്കണു. ഉസ്താദ് നേരായിട്ട് ചൊല്ലിട്ട് കണ്ണിമൂല ഫോണിലല്ല പറ ഫോണില്ല നാണ് ജീവ ഭയം നാ കൂടെ കിടക്കര് അങ്ങ് വേണമെങ്കിൽ അവിടെ കിടക്കട്ടു. എങ്ങനെ ഈ വയസ്സായ അബ്ബര് എങ്ങനെ പുറത്താക്കും ബെഡ്റൂമിൽ ഷോട്ട് ഉണ്ട് പുറത്താക്കും നക്കിത് കൊണ്ടുണ്ട ഈ നാട്ടകല്ല. ഈ രൂപത്തില് വയസ്സായിട്ടാകുമ്പോ അബ്ബമാർക്ക് ഔത്തര ഉൾക ബലയില്ലാത്ത പോലത്തെ ഒരു പരിസ്ഥിതി ഉമ്മമാരെ നമ്മളെ കൊണ്ട് വരാൻ പാടില്ല.
ഉമ്മമാര് പറഞ്ഞു കൊടുക്കണം മക്കളോട്, ഇതാ നിന്റെ അബ്ബരൊട്ടു കേട്ടിട്ടാവണോ, ഇതാ നിന്റെ അബ്ബരൊട്ടുക പൽക്കവറി, ഇതാ നിങ്ങൾക്ക് കാശ് തറുമ്പ മോണെ നീ അബ്ബകണ്ടായെങ്കും കൊടുത്തേ. ഇങ്ങനെ നിന്റെ ഉപ്പയോട് സ്നേഹം വേണമെന്ന് മക്കൾക്ക് ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം. ഏതുമാകട്ടെ ഈ ഭർത്താവിനെ ബഹുമാനത്തോടെ കാണണം. ഹസ്ബൻഡിനെ എവിടെയും നീ ചെറുതാക്കരുത്. നിന്റെ ഭർത്താവ് നിനക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണ്. നിന്റെ ഹസ്ബൻഡ് നിന്നെയും നിന്റെ മക്കളെയും പോറ്റാൻ എന്ത് ത്യാഗമാണ് വരുന്നത്. അതുകൊണ്ട് ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിച്ചു പോകാൻ പാടില്ല, ഭർത്താവിന്റെ മനസ്സ് ബേജാറിലാവാൻ പാടില്ല. നിനക്ക് വേണ്ടിയാണ് അവർ ത്യാഗം ചെയ്യുന്നത്, നിന്റെ മക്കൾക്ക് വേണ്ടിയാണ് അവൻ കഷ്ടപ്പെടുന്നത്. ആ ഒരു ഓർമ്മ എപ്പോഴും വേണം. ഇതോ നക്ക് വേറെ മുമ്പലായിട്ട് നാലായിട്ട് കേട്ടാൽ ഒരുക്കാങ്ങും കേട്ടുത്താ സമാറായിറാണ്ട് അല്ലേ, നക്ക് തലനുമ്പല 8 നാളായിട്ട് കേട്ടായാൽ ആ രക്ഷരൊണ്ടിട്ട് പോയിട്ട് മറിഞ്ഞിട്ട പാട്ട് ചൊന്നരല്ലാണ്ട് അയാൾ പിന്നെ ഉണ്ട് തോല കേട്ടുത്തായാൽ അങ്ങനെ ആവാനും പാടില്ല. കേൾക്കണം, പറയണം, സുഖാന്വേഷണം വേണം. എന്ത് ചെയ്താലും നിന്റെ ഭർത്താവ് അല്ലാഹു നിനക്ക് തന്ന രാജകുമാരനാണ്. അവനെ ബഹുമാനത്തോടെ കാണണം, സ്നേഹത്തോടെ കാണണം. അവന്റെ പൊരുത്തം നിനക്ക് ഉമ്മയുടെ പൊരുത്തത്തെ കാട്ടിയും അബ്ബയുടെ പൊരുത്തത്തെ കാട്ടിയും നിനക്ക് വലുത് നിന്റെ ഭർത്താവിന്റെ പൊരുത്തമാണ്. അല്ലാഹുവേ തൗഫീഖ് നൽകണം അല്ലാ. മറ്റൊന്ന്, നമ്മുടെ ഭാര്യ, ആണുങ്ങളോട് പറയുന്നു, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ വൈഫ്, നമ്മുടെ പെഞ്ഞായി നമുക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണ്, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ്. നമുക്ക് വേണ്ടി എല്ലാവും മറന്ന് എല്ലാവും ഒഴിവാക്കി നമ്മുടെ കൂടെ ജീവിക്കുകയാണവർ. നമുക്ക് ആശ്വാസമാവുകയാണവർ. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു. നമ്മുടെ മക്കളുടെ ഉമ്മയാണ്, നമുക്കവർ ആശ്വാസമാണ്. നമുക്ക് വേണ്ടി എല്ലാവും മാറ്റിവെച്ച് വന്ന നമ്മുടെ ഭാര്യ, ആ ഭാര്യയെ നീ റെസ്പെക്റ്റോടെ കാണണം, അവളെ നീ ബഹുമാനിക്കണം, അവരെ നീ സ്നേഹിക്കണം, അവർക്ക് വേണ്ടതെല്ലാം നീ ചെയ്തു കൊടുക്കണം. അത് നിന്റെ ബാധ്യതയാണ്. അവർ ചോദിക്കാതെ ചെയ്തു കൊടുക്കണം. അവർ ചോദിക്കേണ്ടതില്ല. ഭാര്യക്ക് സ്നേഹം കൊടുക്കേണ്ടയിടത്ത് സ്നേഹം കൊടുക്കണം. അവർക്ക് ഫുഡ് കൊടുക്കണം, അവർക്കെല്ലാം ചെയ്തു കൊടുക്കണം. അവരുടെ രോഗങ്ങൾ വന്നാൽ ചോദിക്കണം, അവരെ ആശ്വസിപ്പിക്കണം, സന്തോഷിപ്പിക്കണം, അവരോട് കളിക്കണം, തമാശ വേണം. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ കൂടെ ഓടി കളിച്ചിട്ടുണ്ട്. കുളിക്കുന്ന നേരത്ത് 2 കപ്പ് 2 പാട്ട് ഒട്ടുകുവച്ചിട്ട് ആയിഷ ബീവി കൊടുക്കാണ്ട് അങ്ങനെ പല തമാശകളും ഉണ്ടാകിയിട്ടുണ്ട്. ജീവിതത്തിൽ നമ്മുടെ ഭാര്യമാരിൽ നിന്ന് ചെറിയ ഫോൾട്ട് വന്നാൽ അല്ലേ, എന്തെങ്കിലും ഒരു തൊന്തര ചെറിയ ഒരു യാറകൊരോടി വന്നേട്ട് കണ്ടെങ്കിൽ നക്ക് പണ്ടേ അയാൾ ചൊന്നിന്ത് നിന്റെ റായത്തേൽ കാക്ക അയാൾ ചൊന്നിന്ത് കൊണ്ടവൾ അബ്ബവും സമയില്ല ഉമ്മൻ സമയില്ല പിന്നെ എങ്ങനെ മക്ക സമയിക്കര് നന്റെ ആ ബ്രോക്കർ കൊണ്ടുപോയിട്ട് നന്റെ ഇതിരാട്ടിയോണെങ്കിൽ കൊള്ളാന്ത് ഈ മുസീബത്തിനെ വലിച്ചിട്ടാല്ല എന്റെ മേല് ഇങ്ങനെ പറയാ പാടുള്ളതല്ല. ഭാര്യമാരിൽ നിന്ന് അഹ്മദുൽ കബീറുർ റിഫായി റളിയല്ലാഹു അൻഹു, ആ വലിയ മഹാന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ വൈഫ് ദേഷ്യം വരുമ്പോ അർസവർമ്പ ഇരുമ്പ് ചൂടാക്കി പോയിട്ട് റിഫായി ഷേഖ് വെച്ചോ ഇന്നൊരവസ്ഥ. എങ്ങനെ അർസബന്നെങ്കിൽ ചട്ടുവോ ചൂടാക്കിയിട്ട് എടുത്തു പോയിട്ട് റിഫായി ഷേഖ് ചൂട് തട്ടുവാട്ട് ഭയങ്കരമായ ചൂടുകൊണ്ട് റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ തൊലിയിൽ പൊള്ളൽ വരുമായിരുന്നു. അങ്ങനെ അർസവർമ്പ ഇരുമ്പ് ചൂടാക്കി വെച്ചോ എന്നാണിങ്ങ ഇയാളെ വാളുക വിളിച്ചിട്ട് വലിയ മുസീബത്താക്കുവല്ല നാളെ ഇങ്ങ ഇരുമ്പ് കത്തിയല്ല ചൂടാക്കി എടുത്ത വന്ന് വെച്ചെങ്ക് നാണാലല്ലവാ ഇപ്പൊ റിഫായി ഷേഖ് ഇല്ല സബുറാക്കോ അപ്പമേ കിട്ടു ചൂടാക്കിയിട്ട് പെറും. അതുകൊണ്ട് അത്ര അങ്ങനെ ആക്കിയിട്ട് പോലും ആ പെഞ്ഞായിര തൊലാക്ക് ചൊല്ലുക റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു സമ്മതിച്ചിട്ടില്ല. വേണ്ട, നക്കിക്കട്ട് സബൂറിന്റെ പേരിൽ നക്കല്ലാഹു പ്രതിഫല തണ്ടെങ്ക്, നക്കല്ലാഹു സബൂറിന്റെ പേരിൽ പ്രതിഫല തണ്ടേണ്ടായെങ്ക് ആ പെഞ്ഞായിരെ ഒരു പളക്ക സമയത്ത് എന്തും ചൊല്ലുക റെഡിയായില്ല മഹാനവറുകൾ. നമ്മളെ വൈഫിന്റെ കറിക്കത്തിൽ ഉപ്പുമാത്ത് ഏറിയെങ്ക് ഇത് മുസീബത്ത് ബന്നപ്പ തുടങ്ങി ഇങ്ങനെ ഒന്ന ചപ്പ അല്ലേ ഉപ്പു നന്റെ ശനി എന്ത് ചൊല്ലട്ട് അപ്പുറത്തെ ഉത്തര മണക്കര കേക്കില്ലേ, മണക്കര വിസിലെ സൗണ്ട് എന്ത് നല്ല ഫുഡ് ഹൈദരാബാദ് ബിരിയാണി അവിടെ തിന്നണോ അവളോട്ട ആയിത്ത് ഇന്നതും പോകുന്നല്ലാതെ പാടില്ല. ഫുഡെല്ലാം ആക്കിയിട്ട് പെണ്ണിങ്ങ
അയാൾ തിന്നുമ്പോ മുട്ട തെച്ചിട്ട് ഒരു നോക്കുകൊണ്ടോ ഒരു 5 മിനിറ്റ്. ഓ ഈ മനസ്സ് തിന്നര ഗബ 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 തിന്നരല്ലാണ്ട് ഒരു അക്ഷരമുണ്ടല്ല. അങ്ങനെ ആവത്തീറ ബായിക എടുത്ത് വെച്ചിട്ട് അൽഹംദുലില്ലാ ഇതാറാക്കി നീനാക്ക് മാഷാ അല്ലാ സാമ്പാർ ചൊന്നെങ്കിൽ ഇത് 1.5 സാമ്പാർ 4 ചൊല്ലണ്ട ഒരു 4 പോട്ടെ ഗടിപിടിയാക്കണ്ട. ഇന്റെ 4 ചൊന്നി കൊന്തോ നക്കൊന്തുണ്ട് നല്ല നല്ല ആക്രമാൻ അതൊരു 4 മറക്ക് നിർക്കും. മറന്നപ്പോ എന്താക്ക നല്ലത് പറയണം. കറിയില്ല നബിയെ, കറിയില്ല, സുർക്കയല്ലാതെ വിനീഗറല്ലാതെ ഒന്നുമില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു എന്തൊരു നല്ല കൂട്ടാനാണ് അൽ ഖല്ലു സുർക്ക അല്ലെ, വിനീഗർ എന്തൊരു നല്ല കൂട്ടാനാണ്. അള്ളാന്റെ റസൂല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തആമൻ ഖത്ത് 63 വയസ്സിൽ ഒരൊറ്റ ഫുഡിനെയും റസൂലുള്ള ഐബ് പറഞ്ഞിട്ടില്ല, മോശം പറഞ്ഞിട്ടില്ല. ഒരു ഫുഡിനെയും ചീത്ത പറഞ്ഞിട്ടില്ല, കുറവ് പറഞ്ഞിട്ടില്ല. നമ്മളാ തിണ്ടിട്ട് മൂക്കിട്ട് എത്രത്തോളം ഒരത്ത ചൊന്നോലതാ ഒരു മൈസൂർ ബാല ഉണ്ട് ഇട്ട് അപ്പോ ചൊല്ലിട്ടോല്ല മൈസൂർ ബാലമാ മൈസൂർ ബാല എന്തില്ല ബാല എന്തിട്ട് ഒരു ഇട്ടറിന് ഫുള്ളായിരു എവിടുത്തല്ല ഫുള്ളവിടെ മാത്രല്ല ചില ഹോൾഡർ വിടും. ഇക്കാലത്ത് അങ്ങനെ വന്നില്ല, ഞങ്ങളപ്പുറല്ല. ചില പെണ്ണിങ്ങ ഈ മൈസൂർ പാക്ക് ജുലേബി എല്ലാം കെട്ടിക്കൊണ്ട് പോകുന്നുണ്ട്, ടിഷ്യൂ നിറച്ചിട്ട് ഔത്തുക. ചില ആണിങ്ങ ഉണ്ട് മെല്ലെ എടുത്തോണ്ട് പോയിട്ട് കാറിൽ വെച്ചിട്ട് തിന്നോണ്ട് പോണ്ടേ സീർണി ഔത്തര ഓതി പാടില്ല, നല്ലതല്ല. ഹദീസിലുണ്ട് റസൂലുള്ള പറഞ്ഞു 1 എടുക്കേണ്ടടുത്ത് 2 എടുക്കാൻ പാടില്ല, പിന്നല്ലേ ഔത്തുകെടുത്ത പോണ്ടേ. പിന്നെ ചില ആളുണ്ട് ഫസ്റ്റ് വെജ് ഉണ്ടിട്ട് പിന്നെ നോൺ വെജ് തിന്നിര് സുറൂത്ത് 2 വട്ട കീഴ്മേലെല്ലാം പോയിട്ട് വന്നിട്ട് പാടില്ല. നോൺ വെജ് തിന്നാത്താക്കാണ് വെജ്. പിന്നെ ചില ആള് നല്ല സ്വാലിഹീങ്ങൾ അങ്ങനത്തെ എന്തോ റകളില്ല, നോൺ വെജ് തിന്നിട്ട് പായസം ഓളിക ഇവിടെ ഇപ്പുറത്തെ ഔത്ത് ആ രൂപത്തിൽ അതും പാടുള്ളതല്ല. ഓരോന്നിനും ഓരോന്നിൻ്റെതായ ശിഷ്ടമുണ്ട്. നമ്മുടെ സമുദായം എന്ത് ഇങ്ങനെ ചെരുപ്പഴിച്ച് വെക്കുന്നതിൽ ശിഷ്ടമില്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും ക്ലീൻ അറിയണമെങ്കിൽ ഓന്റെ ചെരുപ്പിലേക്ക് നോക്കണം എന്നാണ്. ഓന്റെ ചെരുപ്പ് ഇപ്പൊ നോക്കണ്ട, ഇപ്പൊ പിന്നെ ചെരുപ്പ് എങ്ങനെ ക്ലീൻ മനുഷ്യന്റെ. ഒരു പെണ്ണിന്റെ ക്ലീൻ അറിയണമെങ്കിൽ അവരുടെ വീട് മുഖം നോക്കിയിട്ടാ ലിഫ്റ്റിക്ക് നോക്കിയിട്ടാ ബാഗാ ബുർക്കാണി നോക്കിയിട്ടൊന്ന് ക്ലീൻ ഇന്നിട്ട് കണ്ടെങ്കിൽ ഇതെന്തരെ ആരെങ്കിലും വന്നെങ്കിൽ നാണിപ്പ പാത്ര എടല്ല കൽക്കാണ്ട് ഭർത്തായ അപ്പൊ നിങ്ങ വന്നേന്ന് എപ്പോ ഇതേമാ ഇങ്ങനെയാ എങ്ങനെ കൽക്ക ഭർത്തായ ഇപ്പൊ ഭർത്തായ എത്ര ഇപ്പടിച്ചെത്ര മക്കളെല്ലാം വെടക്കാക്കുണ്ട്. പാപ മക്കൾക്ക് പേര് പാവ മക്ക ഇന്നലെ മുഞ്ഞാണ്ട് ഇട്ടത് അത് എടുത്തിട്ടേ ഇല്ല പേര് മക്കൾ. പിന്നെ അർജന്റ് കാർ വന്നാൽ പിന്നെ എല്ലാം വലിച്ച് എടുത്തു പോയിട്ട് വാഷിംഗ് മെഷീൻ ഉൾകേറ്റിട്ട് അതിന്റെ മേലെ ഒരു പാത്ര ഡിം തിന്തവിടെ എല്ലാം ആരും കാണുകയില്ല. ചില പെണ്ണികളല്ല വന്ന് നോക്കൊണ്ടു വാഷിംഗ് മെഷീന്റെ ഉൾക ഫ്രിഡ്ജിന്റെ ഉൾകല്ല തുറന്നിട്ട് മറ്റൊരുത്തന്റെ വീട്ടിലേക്ക് പോയാൽ തുറന്നു നോക്കാൻ പാടില്ലെന്നാണ് ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ലുഖ്മാൻ തങ്ങളുടെ വസിയത്തിലുണ്ട്. നമ്മൾക്ക് തുറക്കാൻ മറ്റുള്ളവരുടെ വീട്ടിൽ പോയാൽ നീ നിന്റെ കണ്ണ് നല്ലോണം സൂക്ഷിക്കണം, അവിടെ ഇവിടെയല്ല നോക്കാൻ പാടില്ല. എല്ലാം ഇതെന്തിരെ എപ്പറച്ചു വെച്ചത് ഒക്ക മീന് എത്ര നാളായിട്ട് കബാബ് റെഡി എപ്പോ മസാല ഇട്ട് വയ്ക്കരേമാ ഇതെല്ലാം നമ്മൾ ഇൻക്വയറി ആക്കാൻ പാടുള്ളതല്ല. ഏതുമാകട്ടെ മുത്തുമുമ്മിനീങ്ങളെ നമ്മൾ നല്ല വൃത്തിയുണ്ടാകണം, നല്ല ക്ലീൻ ഉണ്ടാകണം. നമ്മുടെ ഭാര്യമാർ ആ ഭാര്യമാർക്ക് വേണ്ടി നമ്മൾ സഹിക്കണം, ത്യാഗം ചെയ്യണം, അവരെ സ്നേഹിക്കണം, അവർക്ക് സപ്പോർട്ട് ചെയ്യണം, അവരെ കരയിപ്പിക്കരുത്, അവരെ മോശപ്പെടുത്തരുത്, അവരെ ഇൻസൾട്ട് ചെയ്യരുത്. നമ്മുടെ പെങ്ങന്മാരെ മുന്നില്, നമ്മുടെ ഫാമിലിക്കാരുടെ മുന്നില് ഓൾ അങ്ങനമേ, ഓൾ എപ്പോഴും അങ്ങനമേ, ഓൾ അമ്മ കൂട്ടു കുടുംബം അങ്ങനമേ പാടില്ല. അവളെങ്ങാനും കരഞ്ഞു പോയാ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. നിങ്ങളിൽ ഏറ്റവും നല്ല ആള് ഹാജാറല്ല, ഉസ്താദല്ല, നല്ല സ്വഭാവമുള്ളവനാരോ. നല്ല സ്വഭാവം വേണം. വഖിയാറുക്കും നിങ്ങളിൽ ഏറ്റവും നല്ലവനാരാണ്? നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണ്? നിങ്ങളിൽ ഏറ്റവും നല്ലവൻ അവനവന്റെ ഭാര്യയോട്, വൈഫിനോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ് നിങ്ങളിൽ നല്ലവനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല രൂപത്തിൽ സംസാരിക്കണം ആരോടും അല്ലെ. അപ്പുറത്തെ ഉത്തരങ്ങളെ കണ്ടെങ്കിൽ എന്ത് ചിരി, എന്ത് സന്തോഷ. ദാദ ഉണ്ടാറ ഈ ഔത്തുള്ള ദാദ ഉണ്ടുണ ഈ വിഷയം ഉണ്ടാ
ദാദര തലനമ്പലല്ല സുമാറായിത്താന്ന് കേൾക്കുമ്പോ നിന്റെ ഒത്ത് ഇതുപോലത്തെ ഒരു ദാദ ഉണ്ട് നിനക്ക് വേണ്ടി ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നിന്റെ കൂടെ നിൽക്കുന്ന നിന്റെ ഭാര്യയില്ലേ, ആ ഭാര്യയുടെ രോഗത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും നീ അവളുടെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ അള്ളാഹു നിന്നെ പൊരുത്തപ്പെടുന്നില്ല, നീ നല്ലവനല്ല. നിന്റെ ഭാര്യക്ക് തോന്നണം എന്റെ ഹസ്ബൻഡ് നല്ലൊരു മനുഷ്യനാണ്, അവളെ കെയർ ചെയ്യണം, അവളെ ആശ്വസിപ്പിക്കണം. ഫുഡ് ഒരു നേരം കൊടുത്തില്ലെങ്കിലും വിരോധമല്ല, സ്നേഹത്തിൽ നീ കുറക്കണ്ട, അവളെ ഫളീഹത്താക്കണ്ട, നാണം കെടുത്തണ്ട, ഇൻസൾട്ട് ചെയ്തു പോകണ്ട. അവളുടെ ത്യാഗം അല്ലേ കേക്ക് രണ്ടുണ്ട്, നിക്കെന്തരുണ്ടൂടെ സൊറ അല്ലേ, നിക്കെന്തരുണ്ടൂടെ പെഞ്ഞായിരൊട്ട് കേക്കുണ്ട്, നിക്കെന്തര സൊറ ഉണ്ടൂടെ. ആಯ್ತು നിക്ക് സൊറ ഇല്ലെങ്കിൽ വേണ്ട, നോക്ക ഒരു 2 വാര അവളെ ഒത്തുക്ക് പോട്ട് നോക്ക. 2 വാര ഈ മക്കളെ നോക്കി ഫുഡാക്കിയിട്ട് ആകെ അടിച്ച് തോർത്തി പിടിച്ചിട്ടുള്ള സാധ്യമുണ്ട? 2 വാര 2 നാൾ സാധ്യമുണ്ട? സാധ്യല്ല. അത് അല്ലാഹു അവർക്ക് നൽകിയ ഗിഫ്റ്റാണ്. അതുകൊണ്ട് നിന്റെ ഭാര്യയെ നീ ബഹുമാനിക്കണം, പിരിസം കൊടുക്കണം, സ്നേഹം കൊടുക്കണം. വലിയ പടുകൂറ്റൻ 1.5 കോടിയുടെ വീട്, ആ വീട്ടുകാരെ കൗൺസിലിംഗ് ചെയ്യുമ്പോ ആ വൈഫ് ഭർത്താവിന്റെ മുഖം നോക്കി പറഞ്ഞത്, ഉസ്താദേ എത്ര വില അകഴിഞ്ഞിട്ട് എന്ത് പ്രയോജന, നക്കക വേണ്ട, കാസ് വേണ്ട, നണ്ടൊട്ട് ഒരു കുട്ടു പിർസയും മനസ്സകില്ല. സുബ്ഹാനല്ലാഹ്, അവർ ആഗ്രഹിക്കുന്നത് വലിയ വീടല്ല, സ്വത്തുക്കളല്ല, അവർക്ക് ഭർത്താവിങ്ങളിൽ നിന്ന് സ്നേഹം കിട്ടണം, ആ സ്നേഹം കൊടുക്കണം, സൗകര്യം കൊടുക്കണം, നല്ല പോലെ നമ്മുടെ ഭാര്യമാരെ സന്തോഷിപ്പിക്കണം. ഇത് തലാക്കര ബിസിയല്ലായിട്ട് പഞ്ചാധികാക്കുമ്പോ ഒരേ ബിസിയ നണ്ട അവളർത്താക്കില്ല ഓണു ഓന്റെ വിഷയ അവളൊട്ട് കേട്ടപ്പ അയാൾ നണ്ട അർത്ഥമേ ആക്കില്ല. ഇവ എന്ത് വിഷയ, അയാൾ അവണും അർത്ഥാക്കില്ല, അവളയാൾ രണ്ടാൾ അപ്പുറം ഇപ്പുറം അർത്ഥാക്കുന്നില്ല. പരസ്പരം പൊരുത്തപ്പെട്ടുകൊണ്ട് പോകണം, എല്ലാം മറക്കണം, പൊരുത്തപ്പെടണം, സ്നേഹിക്കണം. അങ്ങനെ പോയാൽ നാളെ സുഖലോക സ്വർഗത്തെത്തുമ്പോ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഭാര്യക്ക് പൊരുത്തപ്പെട്ടു കൊടുത്ത ഭർത്താവ്, ഹസ്ബൻഡിന് മാപ്പ് കൊടുത്ത് സന്തോഷത്തോടെ ജീവിച്ച ഭാര്യ, രണ്ടാൾക്കും അല്ലാഹു സ്വർഗം നൽകുന്നു. സ്വർഗത്തിൽ എന്ത് ആനന്ദമാ, എന്ത് സന്തോഷമാ. അവിടെ എല്ലാരും ചെറുപ്പക്കാരാണ്, യങ്കാണ്, ആർക്കും വയസ്സില്ല, സൗന്ദര്യമാണ്, ചന്തമാ. സുഖലോക സ്വർഗത്തിൽ വെച്ച് പെണ്ണിനേക്കാൾ എത്രയോ 10 മടങ്ങ് സൗന്ദര്യമാണിനാണ്. പെണ്ണിനും അല്ലാഹു സൗന്ദര്യം കൊടുക്കുന്നുണ്ട്, ആണിനും സൗന്ദര്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഉള്ള ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. കുറ്റമില്ലാത്തവരില്ല, കുറവില്ലാത്തവരില്ല. ഫുള്ളായിട്ട് നമ്മളെ അർത്ഥാക്കാൻ ഇവിടെ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഭാര്യമാർ നിങ്ങളുടെ ഹസ്ബൻഡിനെ അർത്ഥമാക്കണം. അങ്ങനെ അർത്ഥാക്കണോ, അങ്ങനെ കഷ്ടാർത്ഥാക്കണോ, അങ്ങനെ ടെൻഷൻ അർത്ഥാക്കണോ, അങ്ങനെ സ്ട്രെസ് അർത്ഥാക്കണോ, അങ്ങനെ പ്രോബ്ലംസുകളെല്ലാം അർത്ഥാക്കണോ. ഭർത്താവായ ഹസ്ബൻഡായവൻ നന്റെ വൈഫ് നക്ക് വേണ്ടി ത്യാഗാക്കറോളൂ, നക്ക് ഫുഡാക്കറോളൂ, നന്റെ മക്കളെ നോക്കി വളർത്തറോളൂ. ഇതെല്ലാം ത്യാഗാക്കിയിട്ട് നണ്ടൊട്ടുകു നിക്കറോളൂ. ഈ ഒരു ചിന്ത എല്ലാ ഭർത്താവിൻ്റെയും മനസ്സിലുണ്ടാകണം. അല്ലാ കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാക്കണം. അല്ലാ ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല നമ്മുടെ കുടുംബജീവിതത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ. ചുരുക്കി പറയുന്നു, നമ്മുടെ ഉമ്മയും ഉപ്പയും അല്ലാഹും അവന്റെ റസൂലും കഴിച്ചാൽ പിന്നെ നമുക്ക് ഏറ്റവും കടമപ്പെട്ടവർ ഉമ്മയാണ്, ഉപ്പയാണ്. അനിഷ്കുർലി, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണം. നിങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും നിങ്ങൾ നന്ദി ചെയ്യണം. അല്ലാഹു തആല പറയുന്നു, മംബറനി വഅഖ വാലിദൈ കതബ്തുഹു വഅഖ. അല്ലാഹു ഗുണം ചെയ്തു, നിസ്കരിച്ചു, നോമ്പെടുത്തു, എല്ലാം ചെയ്തു. വഅഖ വാലിദൈ, ഉമ്മാനെയും ഉപ്പാനെയും ബുദ്ധിമുട്ടിച്ചാൽ കതബ്തുഹു വഅഖ. മൂസാ നബിയോട് അല്ലാഹു പറയാണ്, അവനെ ബുദ്ധിമുട്ടിക്കുന്നവരിൽ എഴുതപ്പെടുകയാണ്, നല്ലവനല്ല. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഉംറയുണ്ട്, ഹജ്ജുണ്ട്, സക്കാത്തുണ്ട്, എല്ലാം മുറ പോലെയുണ്ട്. ഉമ്മടെ ക്യാറാക്കില്ല, അബ്ബടെ ക്യാറാക്കില്ല.
ഉമ്മാനെ ഇഷ്ടല്ല, അബ്ബാടെ ഇഷ്ടല്ല, അങ്ങനെ നിങ്ങളായിപ്പോയാ ബുദ്ധിമുട്ടിക്കുന്നവരിലേക്ക് അവരെ എഴുതുമെന്ന് അള്ളാഹു പറയുമ്പോ അള്ളാന്റെ വിധിവിലക്കുകളിൽ മാറ് കാണിച്ചു, അള്ളാഹുവിനോട് ഇഷ്ടക്കേട് കാണിച്ചു, അള്ളാഹുവിനെതിര് കാണിച്ചു. എന്നിട്ട് ഉമ്മാക്കും ബാപ്പാക്കും ഗുണം ചെയ്ത അവനെ ഗുണവാനിൽ എഴുതപ്പെടുകയാണ്. അള്ളാഹുമായി ബന്ധപ്പെട്ടതിന് അള്ളാഹു മാപ്പ് നൽകുന്നു. ഉമ്മാനെയും ഉപ്പാനെയും ബുദ്ധിമുട്ടിച്ചതിന് മാപ്പില്ല. വെറുപ്പിച്ച ശിക്ഷയും തക്ഷണം ലഭിക്കുന്നതാ, മൗത്തിന്റെ മുമ്പ് അവൻ അനുഭവിച്ചറിയുന്നതാ. ഒരു ചീത്ത വാക്കവരെ പറഞ്ഞാൽ പിന്നെ അള്ളാഹു അവനെ ശപിച്ചിടുന്നത് തന്നെ. ഉമ്മാനെ ഒരു ചീത്ത വാക്ക് പറഞ്ഞാൽ, ഉപ്പാനെ ഒരു ചീത്ത വാക്ക് പറഞ്ഞാൽ എന്നുള്ള വാക്ക് പോലും പറയാൻ പാടില്ലെന്ന് കേട്ടല്ലോ. ചേന്നുള്ള വാക്ക് മഹാന്മാര് പറയുന്നു. ഉമ്മരെ മോത്തുകൂ, അപ്പരെ മോത്തുകൂ, കണ്ണ് ബലിയാക്കിയിട്ട് നോക്കരുത് പോലും അള്ളാഹു പൊരുത്തപ്പെട്ട വിഷയല്ല. എന്തും ചൊല്ലണ്ട, ഉമ്മടെ കണ്ണു മറിച്ചിട്ട് നോക്കരുത് പോലും അള്ളാഹുക്ക് ഇഷ്ടല്ല അല്ലേ? പേരൻസ് മീറ്റിംഗ് പറയുമ്പോ മക്കതാ ഉസ്താദിട്ട മാത്ത് എന്തെങ്കിലും ചൊന്നെങ്ക് പിന്നെ പോവാല സാറിട്ട് എന്തെങ്കിലും ചൊന്നെങ്ക് കേട്ടെങ്കിൽ ചൊല്ലണുണ്ട്. ഈസൽട്ട് സൈലന്റ് വൈലന്റ് അല്ലെ മക്ക ചൊന്ന് കൊടുക്കറേ എങ്ങനെ ചൊല്ലണു. ഈ ഒരവസ്ഥയാവരുത്. ഉമ്മയോടും ഉപ്പയോടും കടുത്ത ഒരു വാക്കില് പോലും ഒരക്ഷരം പറഞ്ഞു പോയാൽ അള്ളാഹു അവനെ ശപിച്ചിടുന്നത് തന്നെ. ഉമ്മയുടെ മനസ്സ് നൊമ്പലമായോ, അബ്ബടെ മനസ്സ് ബേജാറാക്കിയമാ, അള്ളാഹു അവനക്ക് ശാപ വയ്ക്കറ്, അതിലൊരു സംശയ വേണ്ട. ഉമ്മ സാപ്പ വൈക്കൊണ്ടില്ല, അപ്പ സാപ്പ വൈക്കൊണ്ടില്ല. നീ എത്ര വലിയ പണക്കാരനായിക്കോ, എത്ര വലിയ ലീഡറായോ, എത്ര വലിയ ഉസ്താദായോ, എത്ര വലിയ തങ്ങളായോ, എത്ര വലിയ വലിയായോ, സ്വഹാബിയായ മണിസക് പോലും കബറിൽ കിടന്നിട്ട് കബറിൽ തീ കത്തിയിട്ട് ശിക്ഷ കിട്ടിയോണ്ടുണ്ടോ? മുത്ത റസൂലുള്ള കേക്കറും ഉമ്മ, നിങ്ങളെ മോണല്ലേ ഉമ്മ, മാപ്പാക്കി കൊടുക്കൊറുമ്മ. ഉമ്മ ചൊല്ലു നബിയേ, നിന്റെ മനസ്സിൽ മോണ്ടൊട്ടുക ബേജാറുണ്ടോ? റസൂലുള്ള ചൊല്ലു നബി, ഉമ്മ നിങ്ങളെ മോണ് അദാബ് കിട്ടിയോണ്ടുണ്ടോ? മാപ്പ് കൊടുക്കൊറുമ്മ. ഉമ്മ ചൊല്ലു നബിയേ, നബി തങ്ങ ചൊന്നയ്ക്ക് വേണായിട്ട് നിന്റെ മോണക്ക് നാ മാപ്പ് കൊടുത്തോണ്ടുള്ള ചൊല്ല സമയമാകുമ്പോ ഖബർ ഉൽഗത്തെ വിളിച്ചിട്ട് ജസാക്കല്ലാഹ് യാ റസൂലല്ലാഹ്, നബിയേ ഈ ഖബറിന്റെ ശിക്ഷരെ തൊട്ടിട്ടു നിന്റെ സലാമത്താക്കി തന്നല്ലേ നബിയേ, ജസാക്കല്ലാഹു ഖൈറാ. അത്ര വലിയ മഹാനായിട്ട് പോലോ ഉമ്മയുടെ മനസ്സിൽ ബേജാറുന്ന സബലോ ഖബറിൽ ശിക്ഷ അനുഭവിച്ചോണ്ടിരുന്ന സ്വഹാബിരെ കത്ത് ആ ചരിത്രമായിട്ടിരുന്നെങ്കിൽ ഉമ്മയുടെ ബേജാറ് അബ്ബടെ ബേജാറ് അതൊക്കൊരു പരിഹാരം ഈ ദുനിയാവില് വേറെയില്ല. അള്ളാഹു അവനെ ശപിച്ചിടുന്നത് തന്നെ. അള്ളാഹുടെ സാപ, റബ്ബുടെ സാപ, ഉസ്താദരെ സാപ പേടിയില്ലേ ഞങ്ങൾക്ക്? തങ്ങന്മാരെ സാപ പേടിയില്ലേ ഞങ്ങൾക്ക്? ഔലിയാക്കന്മാരെ സാപ പേടിയില്ലേ ഞങ്ങൾക്ക്? എല്ലവും പേടിക്കണോ? എല്ലാത്തരാട്ടിയും വലിയൊരു ഖാലിക്കായ റബ്ബുടെ സാപ ഉണ്ടല്ലേ. ആ സാപ കിട്ടത് എന്ത് വിഷയം കൊണ്ടുണ്ടാ? ഉമ്മ ബേജാറാക്കിയ, ഉപ്പ സങ്കടപ്പെട്ടു പോയാ മക്കളെ രക്ഷപ്പെടൂല. ഉമ്മ
ഉമ്മാന്റെ ശാപത്തിന്, ഉപ്പാന്റെ ബേജാറിന് ഈ ഭൂമിയിൽ പരിഹാരം ഇല്ല കേട്ടോ. കോടികൾ കൊടുത്തിട്ടും കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഉമ്മാക്ക് പകരം, ഉപ്പാക്ക് പകരം ഇവിടെ ആരും പകരമില്ല. എത്ര തങ്ങന്മാർ ദ്വാരെന്നെങ്കോ, എത്ര ഉസ്താദന്മാർ ദ്വാരെന്നെങ്കിലോ ഉമ്മാന്റെയും അബ്ബാന്റെയും സാവ അത് തിരിച്ചു പോവൂല, അത് മാഞ്ഞു പോവൂല, അതില്ലാതെയാവൂല. ഉമ്മക്കും അബ്ബക്കും വേണായ സമയത്ത് വേണായത് കൊടുക്കണു. അങ്ങ് പണ്ട് എവിടേക്കും ചുത്ത പോയിട്ടില്ല, വിളിച്ചോണ്ട് പോണു. ഉമ്മയുടെ ആശ പൂർത്തിയാക്കണു, അബ്ബരെ ആശ പൂർത്തിയാക്കണു. വൈഫിക്ക് ഗിഫ്റ്റ് എടുക്കുമ്പോ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഗിഫ്റ്റ് എടുക്കുമ്പോ നിന്റെ ഉമ്മയുടെയും അബ്ബയുടെയും മറന്നു പോകണ്ട. വയസ്സായ ഉമ്മ ഒരാശയുണ്ട്, ഒരു ചെറിയ ബംഗാറ് ചെയിന്, അതല്ലെങ്കിൽ ഒരു മോതിര, അതല്ലെങ്കിൽ ഒരു കാതിര്, അല്ലെങ്കിൽ ഒരു ബല ഉമ്മാരട്ടുപം ചൊന്നിട്ടില്ല. പക്ഷേ ആ ആസരെ കണ്ടറിഞ്ഞിട്ട് ഉമ്മയുടെ ആശ പൂർത്തിയാക്കുക. അതല്ലെങ്കിൽ ഒന്ന് ഉംറത്ത് പോ, അതല്ലെങ്കിൽ ഒരു അജ്മീർ പോ, അതല്ലെങ്കിൽ എവിടെയാകാനും വിളിച്ചു പോയിട്ട് ഒരു മനസ്സാശ്വാസത്തിന് ഉമ്മക്ക് ആശയുണ്ടോ? ഈ ഉമ്മരട്ട് ചൊല്ലാണ്ട് അവിടെ പോകുണ്ടോ ചൊന്നിട്ട് പോയെങ്കിൽ അള്ളാഹുടെ പുറത്തൈക്കല, പടച്ചോന്റെ കാവലിക്കല. അബ്ബ എത്തരമാ കഷ്ട വന്നിട്ട് ഞങ്ങൾ നോക്കി ഭക്തി ബലിയാക്കിയിട്ട് ഈ അബ്ബകൊരു ഹിദ്മെടുക്കുകയോ, അബ്ബകൊരു സഹായാക്കുകയോ, ഉമ്മകൊരു സഹായാക്കുകയോ. ഈ മക്ക മനസ്സ് കാട്ടില്ലാണ്ട് കണ്ടെങ്കിൽ, അങ്ങക്ക് വെറുപ്പ് കാട്ടിയെങ്കിൽ, അങ്ങലൊട്ടുക അർസ കാട്ടിയെങ്കിൽ വെറുപ്പിച്ച ശിക്ഷയും തക്ഷണം ലഭിക്കുന്നതാ. ഉമ്മയുടെയും അബ്ബയുടെയും ബേജാർ എഫക്ട്, അത് റിസൾട്ട്, അത് ചമ്മ ടൈം പോവണ്ട, മൗത്തിന്റെ മുമ്പവൻ അനുഭവിച്ചെറിയുന്നതാ. നിസ്കരിക്കാത്തതിന് ആദാബ് നാളെ മഹ്ശറിലുണ്ടോ, നോമ്പെടുക്കാത്തതിനുണ്ടോ? ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷ ഉള്ള സബ്ജക്റ്റ് ഒന്നുണ്ടാ. ഉമ്മയുടെ വിസയാ, അപ്പടെ വിസയാ, അതിൽ യാരകറോടി വന്നേട്ട് കണ്ടെങ്കിൽ മരണത്തിന് മുമ്പ് അത് അനുഭവിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് കിട്ടാതെ പോകുന്നില്ല. ഉമ്മാനെ ഇൻസൾട്ട് ചെയ്താ അള്ളാഹു നിന്നെ ഇൻസൾട്ട് ചെയ്യാതിരിക്കില്ല. ഉപ്പാന്റെ ബഹുമാനം കുറച്ചാ അള്ളാഹു നിന്റെ ബഹുമാനം കുറക്കാതിരിക്കില്ല. ഉമ്മയോട് ഉപ്പയോട്, ഉമ്മക്കും ഉപ്പാക്കും ദുആരക്കാത്തോന്റെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നില്ല. ഉമ്മക്ക് ദുആർക്ക് കൂട്ടാമില്ലേ, അപ്പക്ക് ദുആർക്ക് കൂട്ടാമില്ലേ. അങ്ങക്ക് ദാരിദ്ര്യ ബറകു സാധ്യതയുണ്ടോ, അങ്ങക്ക് കഷ്ട ബറകു സാധ്യതയുണ്ടോ, അങ്ങനെ ആഹാരത്തിൽ ബറക്കത്ത് കുറയോ സാധ്യതയുണ്ടോ, അങ്ങനെ കച്ചവടത്തിൽ ബറക്കത്ത് കുറയോ സാധ്യതയുണ്ടോ? ഓരോ ദുആലും നിനക്ക് വേണ്ടി നീ ദുആരക്കുമ്പോ നിന്റെ ഉമ്മ ജീവിച്ചിരിക്കട്ടെ, മരിച്ചിരിക്കട്ടെ. ഉമ്മാക്ക് നീ ദുആരുന്നില്ലെങ്കിൽ, അബ്ബക്ക് നീ ദുആരുന്നില്ലെങ്കിൽ നിന്റെ ദുആ അല്ലാഹുക്ക് ഇഷ്ടമല്ല. മക്കളെ, ഉമ്മക്ക് വേണമായിട്ട് ദ്വാരക്കണോ, അപ്പക്ക് വേണമായിട്ട് ദ്വാരക്കണോ. ഈ ദ്വാരം നീണ്ട് കണ്ടെങ്കിൽ അള്ളാഹു നിന്റെ കാര്യമെല്ലാം പൂർത്തിയാക്കി തണ്ടതിൽ ഒരു സംശയം വേണ്ട. ഓരോ വെള്ളിയാഴ്ച രാത്രിയും, എല്ലാ വെള്ളിയാഴ്ച രാത്രിയും മക്കളുടെ സ്വതക്ക കാത്തിരിക്കുന്നുണ്ട്. കബറിൽ കിടക്കര ഉമ്മ, കബറിൽ കിടക്കര അബ്ബ, നണ്ട മക്ക നങ്ങ് സ്വതക്കാക്കിടാറാ. ഒരു വാരം മുഴുവനും ആക്കിയ സ്വതക്ക വെള്ളിയാസ് ജാവൂരുണ്ട്. അങ്ങ് എടുത്തു പോയി കൊടുക്കുമ്പോ വലിയ വലിയ ചരിത്രമുണ്ടോ? എത്രമാ ആൽമാറ് വെള്ളിയാസ് ജാവോ മറിച്ചങ്ങ വന്ന് ഗിഫ്റ്റ് എടുത്ത പോണ്ട് കിണാവ് കാണുമ്പോ ഒരാൾ മാത്ര കീറിപ്പറിഞ്ഞ ഡ്രസ് ഇട്ടോണ്ടു വന്നിട്ട് എന്തുമില്ലാണ്ട് തിരിഞ്ഞു പോണ്ടൊരവസ്ഥ. ആ സ്വപ്നം കണ്ട മഹാൻ അയാളോട്ട് പോയി കേക്കറ്, അല്ല എന്തിരെ നിങ്ങളെ ബിസി എന്തിരെ? അയാള് കിനാവിൽ ചൊല്ലോ, ഇതാ അങ്ങനല്ല ഫാമിലി രംഗ, അങ്ങകല്ല വേണായിട്ട് സ്വതക്കാക്കുമ്പോ അങ്ങകല്ലത് കിട്ടിയോണ്ടുണ്ടോ? നണ്ട മക്കാറും നക്ക് വേണായിട്ട് സ്വതക്കാക്കിയോണ്ടില്ല. നാ ബേജാറിലുള്ള നമുക്ക് എന്താ ഉമ്മാക്കിയിട്ട് നണ്ട മക്ക
ഇത് വിഷയ ചൊല്ലമാ ആ മഹാൻ മക്കളെ വിളിച്ചിട്ട് ചൊല്ലുതാ നിങ്ങളെ മരിച്ചുപോയ അബ്ബറെ പേരിൽ നിങ്ങ എന്തായെങ്കിലും ഒരു സ്വതക്കയാക്കുവാറാ ആ മക്ക സ്വതക്കയാക്കിയിട്ട് പണ്ട് വെള്ളിയാഴ്ച ജാവ് കിടന്നുറങ്ങുമ്പോ ഈ മക്കളെ അബ്ബ നല്ല ഡ്രസ് ഇട്ടിട്ട് ഈ ഗിഫ്റ്റ് എടുക്കുകയായിട്ട് വന്നിട്ട് നല്ല വല്ല ഗിഫ്റ്റ് പിടിച്ചോണ്ട് പോണ്ട കിണാവാ മഹാൻ കണ്ടിട്ടിന്നെങ്കിൽ മരിച്ചുപോയെങ്കിൽ ഞങ്ങൾക്കൊരു സ്വതക്ക അത് എവിടെയും പോകില്ല. നമ്മുടെ ഉമ്മക്ക് നമ്മൾ കൊടുത്താൽ നമ്മുടെ വാപ്പക്ക് നമ്മൾ കൊടുത്താ ഞാനും നിങ്ങളും മരിച്ച നമ്മുടെ മക്കൾ നമുക്ക് സ്വതക്ക ചെയ്യണ്ടേ, നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി കൊടുക്കണ്ടേ. അല്ലാഹുവേ തൗഫീഖ് നൽകണം അല്ലാ. മരിച്ച ഉമ്മരെ പേരിൽ അബ്ബരെ പേരിൽ ഞങ്ങൾ സ്വതക്ക കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞങ്ങൾക്ക് ഞങ്ങളെ ഉമ്മ അബ്ബ അങ്ങ് എന്തിനാക്കി എല്ലാം വിത്തുപോയിരല്ലേ പറയണ്ട. നമ്മൾ ഇത്ര ആക്കിയത് നമ്മുടെ ഉമ്മയാണ് ഉപ്പയാണ്. പണ്ടത്തെ കാലത്ത് നമ്മളെ പ്രസവിക്കാൻ ഡെലിവറിക്ക് വന്ന ത്യാഗം ഇത്രയാണ്. ഉമ്മ മരിച്ചപ്പോഴാണ് ഉമ്മ എന്ന് വിളിക്കാൻ ഒരാശ അല്ലേ, അബ്ബ മരിച്ചപ്പോൾ ആശ അബ്ബ എന്ന് വിളിക്കാൻ. അതുകൊണ്ട് ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി സ്വതക്ക ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നിർത്തുന്നു മുഅ്മിനീങ്ങൾ. ഇവിടെ മദ്രസിന്റെ മോളിൽ അല്ലേ, ഇവിടെ പ്രസിഡന്റോടൊന്നും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മദ്രസിന്റെ മോളിൽ ഒരു 5 ലക്ഷം റുപ്യോളം ചെലവരുന്നൊരു പദ്ധതി എടുക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. ഇൻഷാ അല്ലാഹ് വലിയ സംഭാവനയൊന്നും ആരോടും ചോദിക്കുന്നില്ല, ചെറിയ സംഭാവനയോ അല്ലതോ തരുന്നുണ്ടെങ്കിൽ മാത്രം, സമയമൊന്നും അതിനെടുക്കുന്നില്ല, വലുതൊന്നും ചോദിക്കില്ല. ഒരു 6666 റുപ്യ മരിച്ചുപോയ ഉമ്മാന്റെ അബ്ബടെ പേരിൽ ആരെങ്കിലും ചോദിച്ചെങ്കിൽ ഇപ്പൊ കൊടുക്കേണ്ട അതിന്റെ സ്വറാമ്പോ ഇൻഷാ അല്ലാഹ് കൊടുക്കാൻ മനസ്സുള്ള ആരെങ്കിലും ഈ സദസ്സിൽ ആണുങ്ങളോ പെണ്ണുങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാം. ജാരിയായ സദഖയാണ്. ഒരുപാട് കാലങ്ങളോളം നമുക്കും നമ്മളിൽ നിന്ന് മരിച്ചുപോയവർക്കും പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന സദഖയാണ്. ആരെങ്കിലും ആ പണിയാകുമ്പോ ഒരു 6666 റുപ്യ മരിച്ചുപോയ അബ്ബടെ പേരിൽ അല്ലെങ്കിൽ ഉമ്മയുടെ പേരിൽ നാട്ടിലുള്ളവരോ വിദേശത്തുള്ളവരോ ആണുങ്ങളോ പെണ്ണുങ്ങളോ സമയം നടക്കുന്നില്ല, പെട്ടെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞ് ചെറിയൊരു ദ്വായം നടത്തിയിട്ട് പിരിയാം. ആരെങ്കിലും നിങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി അത് നിങ്ങൾക്കും പ്രതിഫലമാണ്. മക്കൾ സാലിഹീങ്ങളാവാൻ ശരീഅത്ത് കോളേജിന്റെ ഉദ്ദേശമുണ്ട്, പള്ളി വലുതാക്കേണ്ട ലക്ഷ്യമുണ്ട്, ദർസ് വിപുലീകരിക്കുന്ന ഉദ്ദേശം. ഇതെല്ലാം നിങ്ങളുടെ കെട്ടുറപ്പും നിങ്ങളുടെ സഹായവും